ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ നാം കണ്ടിരിക്കേണ്ട മനോഹരമായ ഒരു സ്ഥലമാണ് മൂന്നാർ. മൂന്നാറിലെ ഗ്യാപ്പ് റോട്ടിലൂടെ ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഈ ഗ്യാപ്പ് റോട്ടിലുള്ള ഒരു ചെറിയ വ്യൂ പോയിൻ്റ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നല്ല കാലാവസ്ഥയാണ്, നല്ല തണുപ്പുണ്ട്, നല്ല മഞ്ഞും കീറി മൂടിക്കിടപ്പുണ്ട്. അതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ടൊന്നും നമ്മൾക്ക് ഈ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കുന്നില്ല. എങ്കിലും വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ പരിസരം നമ്മൾക്ക് കാണുന്നത്. തേയിലത്തോട്ടമാണ് ഈ കുന്നുകളിലൂടെയെല്ലാം കാണുവാനുള്ളത്. ചെറിയ ചെറിയ കുന്നുകളാണ്. ഓരോ കുന്നിനും വ്യത്യസ്തമായ ഷേപ്പാണ്. വളരെ മനോഹരമായിട്ടാണ് അവിടെയെല്ലാം തേയില നട്ട് പിടിപ്പിച്ചിരിക്കുന്നത്. പ്രകൃതിയോട് ഒത്തുചേർന്ന് പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ തോട്ടം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ടൂറിസ്റ്റ് പ്ലേസുകളിലേക്കെല്ലാം നമ്മൾ സഞ്ചരിക്കുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും എല്ലാം സന്തോഷവും ആനന്ദവും എല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ തേയിലത്തോട്ടത്തിൻ്റെ ഈ പരിസരവും നമ്മെപ്പോലുള്ള ഓരോരുത്തരും മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ റോട്ടിൽ നിന്നും ഇതിൻ്റെ സൈഡിലേക്ക് പ്ലാസ്റ്റിക് ബോട്ടിലുകളും എല്ലാം ഇട്ട് പരിസരം മലിനമാക്കുകയാണ്. നാം എന്തിനാണ് ഈ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കുന്നത്? സ്വച്ഛമായ പരിസരവും സ്വച്ഛമായ വായുവുമെല്ലാം ശ്വസിച്ച് നാം മനസ്സിനും ശരീരത്തിനുമെല്ലാം സന്തോഷം ലഭിക്കുന്നതിന് വേണ്ടിയാണ് നാം ഇത് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അവിടെയെല്ലാം മാലിന്യങ്ങൾ വിതറി പരിസരം വൃത്തികേടാക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരോട് എനിക്കുള്ള ഒരപേക്ഷ, നാം പോകുന്ന ഇടങ്ങളിൽ ഇത്തരം മാലിന്യങ്ങൾ വിതറാതെ നാം പരിസര സ്നേഹികളായി മാറാം. അപ്പോൾ മാത്രമേ വരും തലമുറയ്ക്ക് നമുക്ക് സ്വച്ഛമായ ഒരു പരിസരം ദാനമായി നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി റോഡ് സൈഡിൽ നിന്നുകൊണ്ട് ഈ കാഴ്ചകളെല്ലാം കണ്ടു. നല്ല തണുപ്പാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരുവാനുള്ള പ്ലാനിങ് ആണ്. റോഡിൻ്റെ സൈഡിൽ വാഹനങ്ങൾ നിർത്തി കാണുവാനുള്ള നല്ല സ്പേസ് എല്ലാം ഉണ്ട്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ പോരുവാൻ ഉദ്ദേശിക്കുകയാണ്. ഗ്യാപ്പ് റോട്ടിലെ ഇനിയും ഒരുപാട് കാഴ്ചകൾ നിങ്ങളെ കാണിക്കുവാനുണ്ട്. വരുന്ന വീഡിയോകളിൽ ഞാനത് നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. വീണ്ടും പുതിയ വിഷയവുമായി പുതിയ വീഡിയോയിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.